ബ്രസ്റ്റ് മിൽക്ക് ഈസ് ദ ബെസ്റ്റ് മിൽക്ക്. ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്രസ്റ്റ് മിൽക്കിനകത്തുള്ള കമ്പോണൻസിനെ കുറിച്ചാണ്. നമുക്കെല്ലാം അറിയാം, കുഞ്ഞിന് ആവശ്യമുള്ള രീതിയിൽ, കുഞ്ഞിൻ്റെ ഏജ് അനുസരിച്ച് കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും കറക്റ്റായിട്ടുള്ള രീതിയിൽ ബ്രസ്റ്റ് മിൽക്കിലൂടെ കുഞ്ഞിന് ലഭിക്കുന്നു. ഇത് വേഗത്തിൽ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇനി ഇതിൻ്റെ ഇമ്മ്യൂണോളജിക്കൽ ബെനിഫിറ്റ്സിനെ കുറിച്ച് നോക്കാം. ഇമ്മ്യൂണോളജിക്കൽ ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ധാരാളം ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് കുഞ്ഞിന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതെ ഹെൽപ്പ് ചെയ്യുന്നു. കുഞ്ഞിന് ആവശ്യത്തിന് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നതിന് ഇമ്മ്യൂണോഗ്ലോബുലിൻ സഹായിക്കുന്നു. ബൈഫിഡസ് ഫാക്ടേഴ്സ്, ഇത് ഹെൽത്തി ബാക്ടീരിയൽ കോളനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ലാക്ടോഫെറിൻ, ഇതൊരു അയൺ ബൈൻഡിങ് പ്രോട്ടീനാണ്. ലാക്ടോപെറോക്സിഡേസ്, അത് ബാക്ടീരിയനെ നശിപ്പിക്കുന്ന ഒരു കമ്പോണൻ്റാണ്. ലൈസോസൈം, അത് സെൽ വോളിലുണ്ടാകുന്ന ബാക്ടീരിയാസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ്. ബ്രസ്റ്റ് മിൽക്കിനകത്ത് ഒരു 88% വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് നമുക്ക് കുഞ്ഞിന് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺസ്, വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ തന്നെ സ്റ്റെം സെല്ലുകൾ, അതുപോലെ ആൻറ്റിബോഡീസ് ധാരാളം അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ബ്രസ്റ്റ് മിൽക്ക്. അതുകൊണ്ട് ബ്രസ്റ്റ് മിൽക്ക് ഒരു കുഞ്ഞിനെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ഫീഡാണ്. ഇത് വേഗത്തിൽ ഡൈജസ്റ്റ് ചെയ്യാനും കുഞ്ഞിന് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ് ഡെവലപ്പ് ചെയ്യാനും ബ്രസ്റ്റ് മിൽക്ക് ഹെൽപ്പ് ചെയ്യുന്നു.